ഹലോ ആൻഡ് വെൽക്കം ടു പൊതുജനം കഴുതയല്ല സാർ. ഞാൻ ബി ദിലീപ് കുമാർ. ജനകീയ വിഷയങ്ങൾ നിറഞ്ഞ വാർത്താ പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. നെഞ്ചുവേദനയുമായി എത്തിയാൽ ഒരു സൗകര്യവും ലഭിക്കാത്ത ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയുണ്ട് കേരളത്തിൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഹൃദ്രോഗി ചികിത്സ കിട്ടാതെ മരിച്ച വാർത്ത വന്നിട്ട് ഏറെ നാളായിട്ടില്ല. അഡ്മിറ്റ് ചെയ്ത രോഗിക്കാണ് തിരുവനന്തപുരത്ത് ചികിത്സ ലഭിക്കാതിരുന്നതെങ്കിൽ തൃശൂരിൽ അടിയന്തര ചികിത്സയ്ക്കായി എത്തുന്ന ഹൃദ്രോഗികളെ അഡ്മിറ്റ് ചെയ്യാറുപോലുമില്ല എന്നതാണ് സത്യം. കാണാം ധർമാശുപത്രിയിൽ നെഞ്ചിടിപ്പോടെ. നെഞ്ചുവേദനയുമായി എത്തുന്ന രോഗികൾ മെഡിക്കൽ കോളേജിൽ നിന്ന് അടിയന്തര ചികിത്സ പ്രതീക്ഷിച്ചാൽ ജീവൻ അപകടത്തിലാകും എന്നതാണ് അവസ്ഥ. ആവശ്യത്തിന് ഡോക്ടേഴ്സും നഴ്സസും ഇല്ലാത്തതുകൊണ്ട് കാർഡിയോളജി വിഭാഗത്തിൽ നേരിട്ട് രോഗികളെ പ്രവേശിപ്പിക്കാറില്ല. കഴിഞ്ഞ മാസം വടക്കാഞ്ചേരിയിൽ നിന്ന് രാവിലെ 6 മണിക്ക് നെഞ്ചുവേദനയുമായി എത്തിയ രോഗിക്ക് 1 മണിക്കൂറിന് ശേഷവും കാര്യമായ ചികിത്സ ലഭിക്കാതെ വന്നു. ഇതോടെ ഒപ്പമുള്ളവർ നഗരത്തിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ എത്തിച്ച് അടിയന്തര ചികിത്സ നൽകിയതിനാൽ മാത്രം ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. വെളുപ്പിന് 3 മണിക്ക് മെഡിക്കൽ കോളേജിൽ എത്തിച്ച മറ്റൊരു രോഗിക്കും സമാന അനുഭവമുണ്ടായി. ഒടുവിൽ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ എത്തിച്ച് അടിയന്തരമായി ആൻജിയോപ്ലാസ്റ്റി ചെയ്താണ് ജീവൻ രക്ഷിച്ചത്. മറ്റ് ആശുപത്രികളിൽ നിന്ന് റെഫർ ചെയ്തെത്തുന്ന ഹൃദ്രോഗികളെപ്പോലും ഇവിടെ ചികിത്സിക്കാൻ കഴിയുന്നില്ല. കടുത്ത വേദനയുമായി എത്തുന്നവരെ ആദ്യം അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിക്കും. അവിടെ മെഡിസിൻ വിഭാഗത്തിലെ PG ഡോക്ടേഴ്സിന്റെ പരിശോധനയ്ക്ക് ശേഷം മരുന്ന് നൽകി വാർഡിലേക്കോ ICUവിലേക്കോ മാറ്റും. ECG വേരിയേഷനോ മറ്റോ കണ്ടെത്തി അത് കാർഡിയോ വിഭാഗത്തിൽ അറിയിച്ച് ഡോക്ടേഴ്സ് എത്തി പരിശോധിക്കണമെങ്കിൽ പിന്നെയും താമസമുണ്ട്. ചിലപ്പോൾ ദിവസങ്ങൾ വരെ എടുക്കുമെന്ന് അനുഭവസ്ഥർ പറയുന്നു. ഈ സമയമെല്ലാം തരണം ചെയ്യാനുള്ള ഭാഗ്യം രോഗിക്കുണ്ടെങ്കിൽ മാത്രം ജീവൻ തിരിച്ചു കിട്ടും. തിങ്കളാഴ്ചയും ബുധനാഴ്ചയുമുള്ള ഹൃദ്രോഗ വിഭാഗത്തിന്റെ OPയിലെത്തി ഡോക്ടേഴ്സിനെ കാണുന്ന താരതമ്യേന ഗുരുതരാവസ്ഥ കുറഞ്ഞ രോഗികൾക്ക് മാത്രമാണ് തൃശൂർ സർക്കാർ മെഡിക്കൽ കോളേജിൽ നിന്ന് കൃത്യമായ ചികിത്സ ലഭിക്കുന്നത്. ഈ വരുന്ന രോഗികൾക്ക് നേരിട്ട് കാർഡിയോളജി വിഭാഗം ഡോക്ടർമാരെ കാണാൻ സാധിക്കുന്നില്ല. പകരം മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർമാരെ കണ്ട് കഴിഞ്ഞതിന് ശേഷം ആ റഫറൻസ് പ്രകാരമാണ് കാർഡിയോളജി ഡോക്ടർമാരെ കാണാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ പലപ്പോഴും ആദ്യ OP എടുത്ത് മെഡിസിൻ ഡോക്ടർമാരെ കണ്ടതിന് ശേഷം രണ്ടാമത്തെ OP എടുക്കാനുള്ള സമയം കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും രോഗികളുടെ അവസ്ഥ വളരെ മോശമാകുന്ന സ്ഥിതി ഉണ്ടാകും. ഗുരുതരാവസ്ഥയിലെത്തുന്ന രോഗികൾക്കെങ്കിലും 24 മണിക്കൂറും ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും ചെയ്യാനുള്ള സൗകര്യം ഒരുക്കണം എന്നാണ് പൊതുജനം ആവശ്യപ്പെടുന്നത്. സ്വകാര്യ ആശുപത്രികളിൽ വലിയ ചെലവ് വരുന്ന ഹൃദയ ചികിത്സ സാധാരണക്കാർക്ക് താങ്ങാനാകുന്നതല്ല. ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾക്ക് പല ഘട്ടങ്ങളിലും വലിയ ഒരു കാലയളവ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ തന്നെ രോഗികൾ ഒരുപക്ഷെ അവരുടെ രോഗിയുടെ അവസ്ഥ വളരെ മോശമാകുകയും ഒരുപക്ഷെ മരണത്തിലേക്ക് പോകുന്ന അവസ്ഥയും ഉണ്ടാകും. അല്ലെങ്കിൽ അവർക്ക് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട സ്ഥിതിവിശേഷവും നിലനിൽക്കുന്നുണ്ട്. തൃശൂരിന് പുറമെ പാലക്കാട് ജില്ലയിൽ നിന്നും രോഗികൾ എത്തുന്നത് സർക്കാർ മെഡിക്കൽ കോളേജിലേക്കാണ്. 24 തൃശൂർ. പൊതുജനം കഴുതയല്ല സാർ. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതികരണങ്ങൾ വരുന്നുണ്ട്. സിസ്റ്റം തകരാറുകൊണ്ടാണെന്ന് സെയ്ദലവി പറയുന്നു. സീന മുഹമ്മദ് പറയുന്നു, എന്നിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയാൽ പറയും സമയം വൈകിപ്പോയെന്ന്. ഈ നിലയിലുള്ള നിരവധി പ്രതികരണങ്ങൾ. ജാസ്മിൻ ജോർജ് പറയുന്നു, പാവപ്പെട്ട രോഗികൾ സർക്കാർ ആശുപത്രിയിൽ പോകാൻ പേടിയാകുന്നു, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാൽ കുടുംബം വിറ്റാലും തീരില്ല എന്ന്. രവികുമാർ പറയുന്നു, എന്തിനിങ്ങനെ സർക്കാർ മെഡിക്കൽ കോളേജിനെ തകർക്കുന്നു, പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്ക് വേണ്ടിയാണോ ഇങ്ങനെ ചെയ്യുന്നതെന്ന്. ഏതായാലും സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ രംഗം അത് വളരെ മികച്ചതാണ് എന്ന് പൂർണ്ണമായും അഭിപ്രായമില്ല. പക്ഷേ സംസ്ഥാനത്തെ ആശുപത്രികളിൽ മികച്ച ഡോക്ടർമാരുണ്ട്. പക്ഷേ അവിടെ വേണ്ടത്ര സൗകര്യമൊരുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഉയർന്നു വരുന്ന ചർച്ചകൾ തന്നെ സംസ്ഥാനത്ത് കൂടുതൽ മെഡിക്കൽ കോളേജുകൾ പല സ്ഥലങ്ങളിലായി ഉണ്ടായിട്ട് കാര്യമില്ല. സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളാണ് സർക്കാർ മേഖലയിൽ ഇനി നിർമ്മിക്കേണ്ടത് എന്ന നിലയിലാണ് ഇപ്പോൾ വരുന്ന പ്രതികരണങ്ങൾ. മറ്റൊരു വിശേഷത്തിലേക്കാണ് ഇനി. കോടികൾ മുടക്കി ഒരു പാലം നിർമ്മിക്കുക, എന്നാൽ പാലത്തിൻ്റെ പ്രയോജനം നാട്ടുകാർക്ക് ലഭിക്കാതിരിക്കുക. പാലം വരും മുമ്പുള്ള തോണിയാത്ര തന്നെ ആ നാട്ടുകാർക്ക് ഇപ്പോഴും ആശ്രയം. ചില സാഹസിക പ്രിയർ തോണി ഉപയോഗിക്കാതെ കോണി കൊണ്ടും യാത്ര തുടരും. കോഴിക്കോട് നടുവണ്ണൂർ കൊയമ്പ്രത്തുകണ്ടി കടവിലാണ്
4.3 കോടി രൂപ മുടക്കി പാലം നിർമ്മിച്ചിട്ടും നാട്ടുകാർക്ക് ഉപയോഗിക്കാൻ കഴിയാത്തത്. ഓർക്കുക, 4,30,00,000 രൂപ ചെലവിൽ നിർമ്മിച്ച പാലമാണ്. ഈ പാലത്തിന് അപ്രോച്ച് റോഡ് നിർമ്മിക്കാത്തതാണ് നാട്ടുകാരുടെ പ്രതിസന്ധിക്ക് കാരണം. നാട്ടുകാർ ചേർന്ന് അവിടെ താൽക്കാലിക ഏണി നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും പ്രായമായവരെയും അസുഖമുള്ളവരെയും ഏറെ പ്രയാസപ്പെട്ടാണ് അവിടെയുള്ള തുരുത്ത് നിവാസികൾ പുറത്തേക്കെത്തിക്കുന്നത്. കാണാം ആ റിപ്പോർട്ട്. ഞങ്ങളുള്ളത് കോഴിക്കോട് നടുവണ്ണൂരിലാണ്. ഞങ്ങൾ പോകുന്നത് അഴിഞ്ഞിക്കാട് തുരുത്തെന്ന് പറയുന്ന 17-ാം വാർഡിലേക്കാണ്. ഇവിടെയുള്ള ജനങ്ങൾ കുറേ അധികം പ്രയാസത്തിലാണ്. ഒരു പാലമുണ്ട്, പക്ഷേ പാലത്തിന് അപ്രോച്ച് റോഡില്ല. വലിയ പ്രയാസത്തോടു കൂടിയാണ് അവർ ആശുപത്രിയിലേക്കും മറ്റിടങ്ങളിലേക്കുമൊക്കെ തന്നെ പോകുന്നത്. അവരുടെ ദുരിതം നിറഞ്ഞ യാത്രയുടെ കാഴ്ചയിലേക്ക്. പ്രാക്ടിക്കലായുള്ള ചില ഐഡിയകളൊക്കെ ഉണ്ട്. പ്രധാന റോഡിൽ നിന്ന് 1.5 കിലോമീറ്റർ കാടിലൂടെ നടന്നു വേണം അയനിക്കാട് തുരുത്തിലെത്താൻ. രാത്രിയിൽ ഇതുവഴി സഞ്ചാരം സാധ്യമല്ല. വന്യമൃഗങ്ങളുടെ താവളമാണ് ഈ വഴികൾ. 12 കുടുംബങ്ങളാണ് 3 ഭാഗം വെള്ളത്താൽ ചുറ്റപ്പെട്ട ഈ തുരുത്തിൽ താമസിക്കുന്നത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ തോണിയാണ് ഇവിടുത്തുകാരുടെ പ്രധാന ആശ്രയം. ഈ ബുദ്ധിമുട്ടിൽ സഹിക്കട്ട ജനങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് ബഹിഷ്കരിക്കാൻ ഒരുങ്ങി. അതോടെ ഓഫറുകളുമായി രാഷ്ട്രീയ നേതൃത്വങ്ങൾ രംഗത്തെത്തി. അങ്ങനെ ഉയർന്നു ഈ വലിയ പാലം. കോടികൾ ഉപയോഗിച്ചാണ് എൻ്റെ പുറകിൽ കാണുന്ന ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷേ അതിലേക്ക് അപ്രോച്ച് റോഡ് നിർമ്മിക്കാൻ എന്തുകൊണ്ടോ നമ്മുടെ ഭരണകർത്താക്കൾക്ക് സാധിച്ചിട്ടില്ല. അതിനാൽ ദുരിതമനുഭവിക്കുന്നത് പാവപ്പെട്ട സാധാരണക്കാരായ കുടുംബങ്ങളാണ്. ഉള്ളേരി പഞ്ചായത്ത് ഭാഗത്ത് പണി പൂർത്തിയാകാത്ത അപ്രോച്ച് റോഡുണ്ട്. മറുഭാഗത്ത് താൽക്കാലിക ഏണി വെച്ചാണ് ആളുകൾ പാലത്തിലേക്ക് കയറുന്നത്. വളരെ ബുദ്ധിമുട്ടിലാണ്. ഇവിടെ റോഡും കാര്യങ്ങളൊന്നുമില്ല. പാലം വന്നിട്ട് ഇക്കരയ്ക്ക് കടക്കാനുള്ളൊരു വഴിയുമില്ല. ഇന്ന് ആ വീട്ടിലുള്ള ഒരു വ്യക്തി കാലിൻ്റെ എല്ല് പൊട്ടിയിട്ട് ഞാനിപ്പോൾ അറുവാനെ കയറ്റിയാണ് ആ വീട്ടിലാക്കി. അത്രയും ദുരിതമാണ് ഇവിടുത്തെ നാട്ടുകാർ അനുഭവിക്കുന്നത്. ആശുപത്രി ആവശ്യം വന്നാൽ എടുത്തു കൊണ്ടുപോകുക, അല്ലെ അറുവാനിലാക്കി കൊണ്ടുപോകുക, അങ്ങനെയാണ്. അയനിക്കാട് ഭാഗത്ത് സ്വകാര്യ വ്യക്തികളിൽ ചിലർ ഭൂമി വിട്ടു നൽകാൻ മടി കാണിക്കുന്നതാണ് റോഡിന് തടസ്സമായിട്ടുള്ളത്. പാലുണ്ട് എന്ന് പറയല്ലാണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണമെങ്കിലോ യാത്ര ചെയ്യണമെങ്കിൽ ഇപ്പം തോണി വേണം, ആവശ്യമുണ്ട്. ഒരു വീടിൻ്റെ ആവശ്യത്തിനൊക്കെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തോണി തന്നെ ആശ്രയിക്കണം. ഇത് പാലപ്പം വന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ 2 വർഷത്തോളമായി ഇപ്പോൾ ഈ ഗതിയിൽ നിൽക്കുന്നത്. ഇപ്പം നിങ്ങൾ വന്നില്ലേ, ആ റൂട്ടിലേക്ക് ഈ വേനൽക്കാലം അല്ലാണ്ട് അങ്ങോട്ട് സഞ്ചരിക്കാൻ പറ്റില്ല. മഴക്കാലമായിട്ടുണ്ടെങ്കിൽ അത് തീരെ ബുദ്ധിമുട്ടാണ്. ചളി ഇതെല്ലാം നിറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. പിന്നെ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതായത് ഉപ്പുവെള്ളം കയറാത്തതുകൊണ്ട് അട്ടകളും നടന്നു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കുറുക്കനുണ്ട്, പിന്നെ കാട്ട് അങ്ങനത്തെ പാമ്പുകളുണ്ട്, അജീവികൾ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. മഴ കനത്താൽ ഈ ഭാഗം വെള്ളത്തിൽ മുങ്ങും. ഉള്ളിയേരി, നടുവണ്ണൂർ ഭാഗങ്ങളിലെ സ്കൂളുകളിലാണ് അയനിക്കാട് തുരുത്തിലെ കുട്ടികൾ പഠിക്കുന്നത്. പാലം വന്നെങ്കിലും അപ്രോച്ച് റോഡില്ല എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ ഏറ്റവും വലിയ പ്രയാസം. ഒരു അസുഖം വന്നാൽ എത്രയും വേഗം ആശുപത്രിയിലെത്താൻ മറ്റ് മാർഗങ്ങളില്ല. ക്യാമറമാൻ രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. എന്ത് കഷ്ടമാണ് ആ നാട്ടുകാരുടെ അവസ്ഥ. അവർക്ക് മുന്നിലായി ഒരു വലിയ പാലം, 4.5 കോടി രൂപ ചെലവിട്ടുള്ള ഒരു പാലമുണ്ട്. പക്ഷേ ആ പാലത്തിലേക്ക് എത്തണമെങ്കിൽ നാട്ടുകാരിപ്പോഴും പഴയതുപോലെ തോണിയേറി വരണം. പിന്നിപ്പോൾ പുതിയ രീതിയിൽ തോണിയേറി വന്നാലും കോണിയേറി കൂടി ഈ പാലത്തിലേക്ക് പോകണം എന്ന അവസ്ഥയാണ്. അവരുടെ ഈ ദുരവസ്ഥ മാറ്റാൻ വരുകാലത്തെങ്കിലും അത് ജനപ്രതിനിധികൾ അതിനുള്ള ശ്രമം നടത്തും എന്ന് കരുതാം. നിരവധി പ്രതികരണങ്ങൾ ഈ വാർത്തയുമായും ബന്ധപ്പെട്ടും വരുന്നുണ്ട്. മിനി ബാബു ആലപ്പുഴ പറയുന്നു, വോട്ട് ചോദിക്കാൻ ഇപ്പോൾ എല്ലാവരും അവിടെ എത്തുമോ? ഈ ദുരന്ത വഴി താണ്ടി ജയിച്ചു പോയാൽ തിരിഞ്ഞു നോക്കില്ല ഒരെണ്ണം പോലും എന്ന് പറയുന്നുണ്ട്. ആശാ സിംഗപ്പൂർ പറയുന്നു, ഇതൊക്കെ വോട്ടിനു വേണ്ടി, ഇതല്ല ഇതിനപ്പുറവും രാഷ്ട്രീയക്കാർ നീന്തിക്കയറും എന്ന കാര്യം.
അങ്ങനെ ഈ അനാസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള അലക്സ് കൊട്ര ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഓലപ്പാലമാണോ? ആദ്യം ഈ ഓലയിട്ട് അതിലൂടെ അവിടെയുള്ള നാട്ടുകാർ നടന്നു പോകുന്നത് കണ്ടപ്പോൾ. അങ്ങനെ ഈ നിലയിലുള്ള നിരവധി പ്രതികരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടും വരുന്നത്. ഇനി അടുത്ത ഒരു വിശേഷത്തിലേക്കാണ്. പേരിൽ മാത്രം പുത്തനായ ഒരാറുണ്ട് തലസ്ഥാനത്ത്. തിരുവനന്തപുരത്തെ പാർവതി പുത്തനാർ ആണത്. ശുചീകരണ പ്രവർത്തനങ്ങൾ അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ടെങ്കിലും പാർവതി പുത്തനാർ നിറയെ മാലിന്യമാണ്. ദുർഗന്ധം മൂലം നാട്ടുകാർക്കിവിടെ ജീവിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. കേരളം പല കാര്യങ്ങളിലും ഒന്നാമതെന്ന് ഊറ്റം കൊള്ളുമ്പോഴാണ് ഇത്തരം കാഴ്ച സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്ത് തന്നെ ഉള്ളത്. കാണാം ആ റിപ്പോർട്ട്. പാർവതി പുത്തനാറിനെ മാലിന്യത്തിൽ നിന്നും സംരക്ഷിക്കാൻ നിരവധി കർമ്മ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചിരുന്നു. അതിൻ്റെ ഭാഗമാണ് ഈ ഇരുമ്പ് വേലികളൊക്കെ. പക്ഷേ ഇതൊക്കെ ഫലം കണ്ടിട്ടുണ്ടോ? പരിശോധിക്കാം. മനുഷ്യക്കരുത്തിൽ വെട്ടിയൊരുക്കിയ ഒരു ജലപാത 1824 തിരുവിതാംകൂറിലെ ഭരണാധികാരി റാണി ഗൗരി പാർവതിഭായിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചതാണ് പാർവതി പുത്തനാർ. തിരുവനന്തപുരം വള്ളക്കടവ് മുതൽ വർക്കല കുന്നുവരെയുള്ള പ്രധാന കായലുകളെ ഇടയ്ക്കിടയ്ക്ക് തോടുകൾ വെട്ടി ബന്ധപ്പെടുത്തിയാണ് പാർവതി പുത്തനാർ നിർമ്മിച്ചത്. പണ്ടത്തെ പാർവതി പുത്തനാർ അകാല ചരമം പ്രാപിച്ചിട്ട് കാലങ്ങളായി. പണ്ടൊക്കെ നമ്മൾ റോഡിൽ നിന്ന് നോക്കിയാൽ ഒരു രൂപ തൊട്ടടുത്ത് അവിടെ ഇട്ടാൽ റോഡിൽ നിന്ന് നോക്കിയാൽ കാണാം. ഇപ്പോഴും ചെളിയും വേസ്റ്റും ഡ്രെയിനേജും എല്ലാം അതിനകത്ത് തന്നെ. ഇതെല്ലാം വീടുകളെല്ലാം നിയന്ത്രിച്ചാൽ ക്ലിയറാവും. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താരംഭിച്ച നവകേരള യജ്ഞത്തിൽ ഉൾപ്പെടുത്തി നദികളെ വീണ്ടെടുക്കുന്നതിന്റെ ഭാഗമായി പാർവതി പുത്തനാറിനെയും പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമം തുടങ്ങി. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒന്നും എങ്ങും എത്തിയില്ല. ക്ലീനിങ് നടക്കണമെന്ന് പറയണ കലക്കിയിടും. ആ കലക്കിയിട്ടിട്ട് അവരങ്ങ് പോവേണത് ക്ലീൻ ചെയ്തെന്ന് പറഞ്ഞു. പിന്നെ 3 ദിവസം കഴിയുമ്പോൾ അത് മാറിയല്ലേ. ക്വാരി കയറ്റി ക്ലീൻ ചെയ്താലല്ലേ പറ്റുള്ളൂ. അത് അടിച്ച് കലക്കി താത്ത് ചെളിയിലാക്കിയിട്ടിട്ട് അവർ പോയി 2 ദിവസം കഴിയുമ്പോൾ പിന്നെ കയറിയില്ലേ അത്. സംസ്ഥാന ജലപാത കടന്നുപോകുന്ന പശ്ചിമതീര കനാലിന്റെ ഭാഗമായ പാർവതി പുത്തനാറിന്റെ ശുചീകരണം ഉൾനാടൻ ജലഗതാഗത വകുപ്പിന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. പൂന്തുറ മൂന്നാറ്റുമുക്ക് മുതൽ ആക്കുളം കായലുമായി കൂടിച്ചേരുന്ന വേളി കായൽ വരെയുള്ള 16.5 കിലോമീറ്റർ ദൂരത്തിലാണ് ശുചീകരണം. യന്ത്രസഹായത്തോടെ ആറ്റിലെ മാലിന്യങ്ങളും പായലും ചെളിയുമൊക്കെ നീക്കുകയാണ്. 62 ലക്ഷം രൂപയാണ് ചെലവഴിക്കുന്നത്. ദൈർഘ്യമേറിയ പാർവതി പുത്തനാർ ശുചീകരിക്കാൻ തുക അപര്യാപ്തമെന്നും നിലവിലെ പ്രവർത്തികൾ കൊണ്ട് കാര്യമായ ഫലമില്ലെന്നും നാട്ടുകാർ. കാര്യം നമ്മൾ വഴി നീക്കി അങ്ങോട്ട് നടന്നു പോകത്തക്ക രീതിയിൽ പോകുമ്പോലെയാണ് ഇത് ക്ലീൻ ചെയ്യണത്. ഇത് അങ്ങനെയല്ല ക്ലീൻ ചെയ്യാനുള്ള. ഇത് 65 ലക്ഷം രൂപയ്ക്ക് ഈ 6 ക്ലീൻ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ നല്ല രീതിയിൽ ചെയ്യണം. ഇത് ഇവർ കുറേ കോരി വേസ്റ്റ് കോരി 2 സൈഡിലും വെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും ഉണങ്ങുമ്പോൾ തിരിച്ച് ആദ്യം തന്നെ വരും. അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് കാര്യമില്ല. അറവ് മാലിന്യങ്ങളും കക്കൂസ് മാലിന്യവും പ്ലാസ്റ്റിക്കുമടക്കം പലതും പാർവതി പുത്തനാറിലേക്കാണ് ഒഴുക്കുന്നത്. നദിയിൽ മാലിന്യമൊഴുക്കുന്നവരെ പിടികൂടാൻ കാര്യമായ ഇടപെടൽ നടത്തി എന്നാണ് നഗരസഭയുടെ അവകാശവാദം. ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നത് ശിക്ഷാർഹമാണെന്ന നഗരസഭാ സെക്രട്ടറിയുടെ ബോർഡൊക്കെയുണ്ട്. പക്ഷേ മാലിന്യങ്ങളും അതിൽ നിന്നുയരുന്ന ദുർഗന്ധവും കാരണം ഈ പരിസരത്ത് അടുക്കാൻ കൂടി കഴിയാത്ത അവസ്ഥയാണ്. ഇവിടെ ക്യാമറ നിരീക്ഷണത്തിലാണെന്നും എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ എന്നെ പകർത്തുന്ന രഞ്ജിത്ത് ഫ്രാൻസിസിൻ്റെ ഈ ക്യാമറയല്ലാതെ മറ്റൊരു ക്യാമറയും ഞങ്ങൾക്കിവിടെ കാണാൻ സാധിച്ചിട്ടില്ല. ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്? ഇല്ല ക്യാമറ എന്താ ഇല്ല, വെച്ചിട്ടില്ല. നമ്മൾ ഈ പറയണ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും നടക്കൂല. ഈ കംപ്ലീറ്റ് വെള്ളം ഇതുവഴി തന്നെ വരണം, ഈ സിറ്റിയില. പാർവതി പുത്തനാറിന്റെ തീരത്ത് താമസിച്ചിരുന്ന സ്ത്രീ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത് അടുത്തിടെയാണ്. തിരഞ്ഞെടുപ്പ് കാലമായതോടെ ഇപ്പോഴുള്ള ശുചീകരണ പ്രവൃത്തികൾ വോട്ട് ലക്ഷ്യമിട്ടുള്ളതാണെന്നും ആക്ഷേപമുണ്ട്. ഇനി അടുത്ത ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്ക് അറിയാം എന്താണ് നടക്കണമെന്നുള്ളത്. ഇലക്ഷൻ ഗമ്മിക്കൊക്കെ ആണെന്നാണ് പറയുന്നത്. ആണെന്ന് തോന്നുന്നു. നദിയിലെ ഒഴുക്ക് സുഗമമാക്കി ബോട്ട് യാത്രയൊക്കെ ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾ പലത് പറഞ്ഞു കേൾക്കാൻ തുടങ്ങിയിട്ടും കാലമേറെയായി. ഒക്കെ നടന്നെന്ന് പറഞ്ഞാൽ മതി എന്നാണ് പ്രതീക്ഷ നഷ്ടപ്പെട്ട നാട്ടുകാർ പറയുന്നത്. ലക്ഷങ്ങൾ പൊടിച്ച് പാർവതി പുത്തനാറിൽ ഇപ്പോൾ നടക്കുന്ന ഈ മാലിന്യ സംസ്കരണം പ്രഹസനം എന്നാണ് ഇന്നാട്ടുകാർ പറയുന്നത്. കൃത്യവും ശാസ്ത്രീയവുമായ രീതിയിൽ ഈ മാലിന്യമത്രയും സംസ്കരിച്ച പാർവതി പുത്തനാറിനെ വീണ്ടെടുക്കണമെന്നാണ് ഇവിടുത്തുകാർ ആവശ്യപ്പെടുന്നത്. ദുർഗന്ധപൂരിതമായ മാലിന്യം നിറഞ്ഞ പാർവതി പുത്തനാറിൻ്റെ കരയിൽ നിന്നും ക്യാമറമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഈ വാർത്തയുമായി ബന്ധപ്പെട്ടും നിരവധി പ്രതികരണങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. മോഹനൻ പിലാത്തറ പറയുന്നു, മാലിന്യത്തിൻ്റെ കാര്യത്തിൽ പൊതുജനത്തിനും ഉത്തരവാദിത്വമുണ്ട്. നാം നമ്മുടെ മാലിന്യം
ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്താൽ ഇങ്ങനെ വരുമോ എന്നാലോചിക്കേണ്ടതുണ്ട് എന്ന കാര്യം പറയുന്നുണ്ട്. നിരവധി പ്രേക്ഷകർ, അരുൺ ഉൾപ്പെടെയുള്ള നിരവധി പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്, ഇമ്രാൻഖാൻ പാകിസ്ഥാനിലെ ജയിലിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നുണ്ട് എന്ന്. അത്തരം ഒരു വാർത്തയെന്ന് പറയാൻ കഴിയില്ല, ഒരു അഭ്യൂഹം വരുന്നുണ്ട്. അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇനിയും ഏതെങ്കിലും വാർത്താ ഏജൻസികളോ പാകിസ്ഥാൻ മാധ്യമങ്ങളോ നൽകിയിട്ടില്ല. ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടു എന്ന നിലയിലുള്ള ചില അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. മാത്രമല്ല, വലിയ പ്രതിഷേധം അവിടെ റാവൽപിണ്ടി ജയിലിന് മുന്നിൽ, ആ ജയിലിലായിരുന്നു തെഹ്രീക്കെ ഇൻസാഫിൻ്റെ നേതാവ് കൂടിയായ ഇമ്രാൻഖാനെ തടവിൽ പാർപ്പിച്ചിരുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹത്തെക്കുറിച്ച് വിവരമില്ല എന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹോദരിമാർ പോയി അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്ന വാർത്തകൾ. ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വരുന്ന മുറയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഈ വാർത്തകൾ അത് അഭ്യൂഹം തള്ളിക്കളഞ്ഞാലും അഭ്യൂഹം അത് ശരിവെച്ചാലും ഏതായാലും ആ കാര്യങ്ങൾ പ്രേക്ഷകരെ ഉടൻ തന്നെ 24 അറിയിക്കുന്നതാണ്. ഇനി അടുത്ത ഒരു വിശേഷത്തിലേക്കാണ്. പൊതുജനം കഴുതയല്ലെന്ന് തെളിയിക്കുന്ന ചില സംഭവങ്ങൾ അപ്രതീക്ഷിതമായി ഉണ്ടാകാറുണ്ട്. കൊല്ലം ജില്ലയിലെ ഏരൂർ പഞ്ചായത്തിലെ ഇളവറാംകുഴി വാർഡിൽ അത്തരത്തിലൊരു സംഭവമുണ്ടായി. തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ നേതാക്കൾ ഒരു നാടിൻ്റെ പ്രതിഷേധ ചൂട് ശരിക്കുമറിഞ്ഞു. കാണാം ആ റിപ്പോർട്ട്. ഏരൂർ പഞ്ചായത്തിലെ ഇളവറാംകുഴി വാർഡിലാണ് കെട്ടുപ്ലാച്ചി കിണറ്റുമുക്ക് റോഡ്. നന്നായി കിടന്നിരുന്ന റോഡ് 4 വർഷം മുൻപ് നിർമ്മാണത്തിനായി വെട്ടിപ്പൊളിച്ചു. കരാറുകാരനുമായുള്ള പ്രശ്നത്തിൽ പണി മുടങ്ങി. പിന്നെ കഴിഞ്ഞ 4 കൊല്ലമായി ഇളവറാംകുഴി സ്വദേശികൾക്ക് ദുരിതയാത്രയാണ്. പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് നിർമ്മിക്കേണ്ടിയിരുന്നത്. റോഡിന്റെ ഉത്തരവാദിത്തം പഞ്ചായത്തും MLAയും MP യും ഒന്നും ഏറ്റെടുക്കാതെ വന്നതോടെ ഈ നാട്ടുകാർ വോട്ട് ബഹിഷ്കരിച്ച് ഒരു ഫ്ലക്സ് വെച്ചു. 3 ദിവസങ്ങൾക്ക് മുൻപ് പെരുമഴ പെയ്യുന്നതും കണക്കാക്കാതെ റോഡിന് മുകളിൽ പച്ചമണ്ണ് നിരത്തി. അതിനു മുൻപ് വരെ നടന്നെങ്കിലും പോകാമായിരുന്ന റോഡിൽ ഇന്നിപ്പോൾ അതിനും സാധ്യമല്ല. സ്ഥലത്തെത്തിയ എല്ലാ പാർട്ടിയുടെയും നേതാക്കൾ നാട്ടുകാരുടെ പ്രതിഷേധ ചൂടറിഞ്ഞു. റോഡിൽ വീണ് തൊഴിലുറപ്പ് തൊഴിലാളിക്ക് പരുക്കേറ്റു. സ്കൂൾ ബസ് ചെളിയിൽ പുതഞ്ഞ് പ്രദേശത്തെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിഞ്ഞില്ല. പ്രദേശത്തേക്ക് ആംബുലൻസ് പോലും എത്താൻ കഴിയാത്ത സ്ഥിതിയായി. തൊഴിലുറപ്പിന് വരാൻ വന്നതാണ്, റോഡിൽ മറിഞ്ഞു മുട്ടിടിച്ച് ഇപ്പൊ മുട്ടുകൊണ്ട് നടക്കാൻ വയ്യാതെയായി. സഞ്ചാരയോഗ്യമായ ഒരു റോഡായിരുന്നു. ആ റോഡ് ഇടിച്ച് പൊളിച്ച് 4 വർഷം കൊണ്ട് ഇതിങ്ങനെ കിടക്കും. കേന്ദ്ര സർക്കാരിൻ്റെതാന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു വിധത്തിൽ ഇതിലെ കൂടെ നടക്കാൻ പറ്റത്തില്ല. ഒരാൾക്ക് വയ്യാതെ വന്ന ഒന്ന് ആശുപത്രി പോകാനോ അല്ലെങ്കിൽ യാതൊരു വിധത്തിലും ഇതിലെ കൂടെ നടക്കാൻ പറ്റത്തില്ല. എൻ്റെ മോള് സ്ഥിരമായിട്ട് ഇതുവഴിയാണ് ബസ്സിന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മെനഞ്ഞാന്ന് ഇവിടെ കൊണ്ടുവന്ന് ഈ ചെളി തെറിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ബസ് വന്നതും ബസ് അവിടെ പൊതിഞ്ഞിട്ട് മുന്നോട്ടും പോകുന്നില്ല, ബാക്കോട്ടും പോകുന്നില്ല. പിന്നെ ഇളവറാംകുഴിയിൽ നിന്ന് പിക്കപ്പ് വിളിച്ച് വണ്ടി വലിച്ചു കയറ്റിയാണ് പോയത്. ഞങ്ങളുടെ ബസ്സാണെങ്കിൽ അവിടെ വളവി വെച്ച് മറിഞ്ഞ്, അതുകൊണ്ട് ഞങ്ങൾ സ്കൂളിൽ പോയില്ല, ഞാനും എൻ്റെ അനിയത്തി. റോഡ് മൊത്തം മണ്ണ് കിടക്കുക. എല്ലാവരും വെള്ളം കൊണ്ട് അതിനകത്ത് ഒഴിച്ച് മഴയായി മണ്ണങ്ങനെ കിടക്കുക. അത് 4 വർഷമൊക്കെ ആയി. LKG പഠിക്കുമ്പോഴേ ഇതിങ്ങനെ കിടക്കുക. കരാറുകാരനുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചെന്നും ഉടൻ പണി പൂർത്തീകരിക്കുമെന്നുമാണ് അധികൃതരുടെ വാദം. പ്രശ്നമെല്ലാം പറഞ്ഞു MLA അടക്കം ശക്തമായി ഇടപെട്ട് അദ്ദേഹത്തിന് കിട്ടാനുള്ള പൈസ എല്ലാം ഈ വർക്കുമായി ബന്ധപ്പെട്ട് നാളുവരെ ചെയ്തതിൻ്റെ പൈസ അദ്ദേഹത്തിന് ഇപ്പം കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഇപ്പോൾ വീണ്ടും മെറ്റീരിയൽസ് എല്ലാം ഇറക്കിയിട്ട് പണി തുടങ്ങുമായിരുന്നു. അപ്പോൾ അടിയന്തരമായി ചെയ്തു തീർത്തെങ്കിലേ മതിയാവൂ എന്നുള്ള നിലയിലുള്ള വലിയ സമ്മർദ്ദം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായി. അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെയുള്ള ശക്തമായ നടപടി നമ്മൾ സ്വീകരിക്കുന്ന നിലയിലേക്ക് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഈ വർക്ക് വീണ്ടും പുനരാരംഭിച്ചത്. തെരഞ്ഞെടുപ്പ് ദിവസത്തിന് തൊട്ടു മുൻപ് റോഡ് നന്നായില്ലെങ്കിൽ വോട്ട് ബഹിഷ്കരിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. നടന്നു പോകാനെങ്കിലും കഴിയുന്ന നല്ല റോഡ് വേണം. ഇല്ലെങ്കിൽ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചില്ലെങ്കിൽ കൂടി ഇന്നാട്ടുകാർ എങ്ങനെ വോട്ടിന് പോകാനാണ്? സലിം മാലിക്, 24, കൊട്ടാരക്കര. പൊതുജനം കഴുതയല്ല സാർ. ഇളവറാംകുഴിക്കാരുടെ ഈ ദുരിതത്തിന് ഉടനൊരു പരിഹാരം കണ്ടെത്തട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ഈ തെരഞ്ഞെടുപ്പ് കാലം നാട്ടുകാർ അതിനുകൂടി ഉപയോഗിക്കുക. വനജ PR പോലെയുള്ള ചില പ്രേക്ഷകർ ഇതിന് ഈ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കലാണ് പോംവഴി എന്ന കാര്യം പറയുന്നുണ്ട്. അതിന് മറുപടി ജിനു തന്നെ പറയുന്നുണ്ട്, ഈ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കലല്ല പോംവഴി എന്ന കാര്യം. അതല്ല പോംവഴി എന്നതാണ് ശരി. നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഓരോ പൗരനുമുള്ള അവകാശമാണ് വോട്ടവകാശം. ശരിയായ ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുക, അവരെ കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കാൻ സാധിക്കുക. ഇതാണ് ഈ ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പ്രേക്ഷകർ ഓർക്കുക. അൾട്രാ സ്പേസ് ഒറ്റക്കേൾവിയിൽ ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് ഏജൻസിയോട് സാമ്യമുള്ളതാണ് പേര്. ഇതിനോടൊപ്പം
അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ പേരും ദുരുപയോഗം ചെയ്താണ് ആലപ്പുഴ ഹരിപ്പാട് സ്വദേശി മഹേഷിൽ നിന്ന് 75 ലക്ഷം രൂപ ഒരു സംഘം തട്ടിയെടുത്തത്. കാണാം തട്ടിപ്പിന്റെ പുതിയ വാർത്തകൾ. അൾട്രാ സ്പേസ് എക്സ് ഒറ്റക്കേൾവിയിൽ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ഏജൻസിയുമായി സാമ്യമുള്ളതാണ് പേര്. ഇതിനോടൊപ്പം അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ പേരും ദുരുപയോഗം ചെയ്താണ് ആലപ്പുഴ സ്വദേശി മഹേഷിൽ നിന്ന് ഒരു സംഘം ആളുകൾ 75 ലക്ഷം രൂപ തട്ടിയെടുത്തത്. നാസയിൽ നിന്ന് ഇറിഡിയം വാങ്ങി നൽകാമെന്നായിരുന്നു വാഗ്ദാനം. ഇത് മറച്ചുവിറ്റ വൻതോതിൽ ലാഭമുണ്ടാക്കാമെന്നും സംഘം മഹേഷിനെ വിശ്വസിപ്പിച്ചു. പണമിരട്ടിപ്പെന്ന വാഗ്ദാനത്തിൽ മഹേഷ് കേട്ടപാടെ പറഞ്ഞ തുക പല തവണയായി അയച്ചു നൽകി. മണ്ണാറശാല സ്വദേശിയായ കപിൽ ദേവാണ് ഒന്നാം പ്രതി. തിരുവനന്തപുരം സ്വദേശികളായ സുലഭ ശിവകുമാർ, മകൻ ജിഷ്ണു, വൈഷ്ണവി, ഭർത്താവ് സന്ദീപ്, കൊല്ലം സ്വദേശി സിനു ധർമ്മരാജൻ എന്നിവർ മറ്റു പ്രതികൾ. വിശ്വാസം നേടിയെടുക്കാനായി പല വഴികളും തട്ടിപ്പുകാർ നടത്തി. പണവും ലാഭവിഹിതവും തിരികെ ലഭിക്കാതെ വന്നതോടെ മഹേഷ് പ്രതികളെ സമീപിച്ചു. തട്ടിപ്പെന്ന് അപ്പോഴും മനസ്സിലാക്കിയില്ല. 25 ലക്ഷം കൂടി നൽകിയാൽ 10 ദിവസത്തിനകം മുഴുവൻ തുകയും ലാഭവും തിരികെ നൽകാമെന്ന് വിശ്വസിപ്പിച്ച വീണ്ടും പണം തട്ടി. പറഞ്ഞ സമയത്ത് പണം കിട്ടാതെ വന്നതോടെയാണ് മഹേഷ് പോലീസിൽ പരാതി നൽകിയത്. സംഭവം തട്ടിപ്പെന്ന് മനസ്സിലാക്കാൻ 75 ലക്ഷം രൂപ നഷ്ടപ്പെടുത്തേണ്ടി വന്നു. കേസിൽ ഹരിപ്പാട് പോലീസ് അന്വേഷണം തുടരുകയാണ്. കേരളത്തിലുടനീളം പല ആളുകളും പല രീതിയിലുള്ള തട്ടിപ്പുകൾക്കും ഇരകളായി. കോട്ടയത്തും പത്തനംതിട്ടയിലും കഴിഞ്ഞ ദിവസമുണ്ടായത് വെർച്വൽ അറസ്റ്റിന്റെ പേരിലുള്ള തട്ടിപ്പുകളായിരുന്നു. പത്തനംതിട്ട കീഴ്വായ്പൂരിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരു കുറ്റകൃത്യത്തിൽ വെർച്വൽ അറസ്റ്റിലായെന്ന് പറഞ്ഞ വയോധികരായ ദമ്പതികളിൽ നിന്ന് തട്ടിയെടുത്തത് 1,40 ലക്ഷം രൂപയാണ്. മുംബൈ പോലീസിൽ നിന്ന് പരിചയപ്പെടുത്തിയായിരുന്നു തട്ടിപ്പ്. കോട്ടയം മുണ്ടക്കയത്തും സമാന സംഭവം. മുംബൈ പോലീസിൽ നിന്ന് പറഞ്ഞ മുണ്ടക്കയം സ്വദേശിക്ക് വീഡിയോ കോൾ വന്നു. ഇദ്ദേഹത്തിന്റെ പേരിൽ മുംബൈയിലുള്ള ഒരു ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്നും അതിൽ നിന്ന് 3 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നെന്നും സംഘം ധരിപ്പിച്ചു. വെർച്വൽ അറസ്റ്റിലാണെന്നും വീട്ടിൽ നിന്നിറങ്ങരുതെന്നും ഭീഷണിപ്പെടുത്തി. കേരളത്തിലെ ബാങ്ക് അക്കൗണ്ടുകളിലെ പണം മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റണമെന്നും ആവശ്യപ്പെട്ടു. കേരള ഗ്രാമീൺ ബാങ്ക് ജീവനക്കാരുടെ ഇടപെടലിലാണ് തട്ടിപ്പ് പൊളിഞ്ഞത്. എത്ര ബോധവൽക്കരണം നടത്തിയാലും പുതിയ തട്ടിപ്പ് രീതികളിലേക്ക് വഴുതി വീഴുകയാണ് മലയാളികൾ. അവസരം കാത്ത് കള്ളന്മാർ കാത്തിരിക്കുന്നു. ആ വഴി കോടികൾ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. ആരെയാണ് പഴിക്കേണ്ടത്? ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴി, 24. പൊതുജനം കഴുതയല്ല സാർ. എത്ര പറഞ്ഞാലും എത്ര മുന്നറിയിപ്പ് നൽകിയാലും വീണ്ടും വീണ്ടും തട്ടിപ്പുകളിൽ തലവെച്ച് കൊടുക്കുകയാണ് മലയാളികൾ. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണങ്ങളാണ് ഈ ഹരിപ്പാട് നിന്നും പത്തനംതിട്ടയിലെ കീഴ്വായ്പൂരിൽ നിന്നും കോട്ടയത്ത് നിന്നുമൊക്കെ വരുന്നത്. ഇനിയും ഇത്തരം തട്ടിപ്പുകൾക്ക് മലയാളി തലവെച്ച് കൊടുക്കരുത്. അത് ആവർത്തിച്ച് ഇങ്ങനെ അമിത ലാഭം എന്ന് പറഞ്ഞും വെർച്വൽ അറസ്റ്റ് എന്ന് പറഞ്ഞുമൊക്കെ ഈ നിലയിലുള്ള പല ഫോൺ കോളുകളും നിങ്ങളെ തേടിയെത്താം. നമ്മുടെ ജാഗ്രതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. പൊതുജനം കഴുതയല്ല സാർ എന്ന ഈ പരിപാടിയിലൂടെ പ്രേക്ഷകർക്കും നിങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ വാർത്തയാക്കാം. സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വിശദാംശങ്ങൾ അയയ്ക്കുക. പൊതുജനം കഴുതയല്ല സാർ @gmail.com എന്ന മെയിൽ ഐഡിയിലും നിങ്ങൾക്ക് വാർത്തകൾ അറിയിക്കാവുന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.